പേര് രാധാരാജ്. ഞാൻ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നു. പാലക്കാട് എലപ്പുള്ളിയിലാണ് വീട്. അപ്പൊ വളരെയധികം സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾക്ക് കൂടെ നിൽക്കാൻ കുറേ ആൾക്കാർ അല്ലെ, കുറേ സഹോദരന്മാർ, ചേച്ചിമാരായിരിക്കാം, അമ്മമാരായിരിക്കാം, എല്ലാവരും. അതായത് ഇപ്പൊ എന്റെ മക്കളെ പറയാം, കുറെ മക്കളെ കിട്ടി. ആ ലെവലിൽ വർക്ക് ചെയ്ത് കൂടുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് എനിക്ക് ഇന്നേക്ക്. എന്താ അറിയോ, സന്തോഷം കൊണ്ട് നല്ലൊരു എന്താ പറയണമെന്നുള്ളൊരു ഇതായി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബിന്ദു മാം എന്നെ നല്ല രീതിയിലാണ് വെൽക്കം ചെയ്തത്. ആ വെൽക്കം കിട്ടുന്നെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത് കൊണ്ടാണ് ഇത്രയും സന്തോഷമായൊരു വെൽക്കം കിട്ടുന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ ബിന്ദു മാം പറഞ്ഞ നല്ലൊരു സൈലന്റ് ആയിട്ട് ക്ഷമയോടെ കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു മാം. അത് ഞാനാണോ ലീഡർ ചോദിച്ചാൽ അല്ല, എന്നെക്കാളും ഒരു നല്ല ലീഡറാണ് ബിന്ദു മാം എന്ന് പറയാം. എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം ഞാൻ കുറച്ച് സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ബിന്ദു മാം അങ്ങനെയല്ല, വളരെ ക്ഷമയോടെ കറക്റ്റ് വൃത്തിയായിട്ട് പറയുന്ന വേർഡ്സുകൾ വൃത്തിയായിട്ട് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ബിന്ദു മാം. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർ പല വിധമായിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, രാധാ മാമിന് ഇപ്പൊ ഡെയിലി 1000, 500, 600 മകന് വേറെ അമ്മയ്ക്ക് വേറെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. രാധാ മാം എന്തോ ഇതാവണ് അല്ല. ഫസ്റ്റ് വൺ ഞാൻ വന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് വീട് കെട്ടി കുറച്ചായി. അപ്പൊ ഒരു വലിയൊരു കടബാധ്യതന് നടുക്ക് നിൽക്കുമ്പോൾ എന്നെ എൻ്റെ ഒരു 20 വർഷമായി എന്നെ ബന്ധുവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചത്, ഫോൺ ചെയ്ത്. അതുകൊണ്ട് രാധമ്മ സുഖമില്ലടാ ചോദിച്ചു. അപ്പൊ ഞാനത് എന്താണ് ആരാണെന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, എൻ്റെ ചേച്ചിന്റെ കല്യാണത്തിന് വന്ന് കണ്ടതാണ് ലാസ്റ്റ്. അന്ന് അറിയും, എൻ്റെ പേര് പ്രിയ, നമ്മള് എൻ്റെ മേമിന്റെ അനിയത്തിയാണ്. അപ്പൊ മേമിന്റെ ഇളയച്ചിന്റെ അനിയത്തിയാണ്. അപ്പൊ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചു. അപ്പൊ ഇല്ലടാ വെറുതെ വിളിച്ചാണ്, നമ്മൾ കുറേ ആയില്ലടാ കണ്ടിട്ട്. ഞാൻ കുറേ ആയി പറഞ്ഞൊരു കാരണം കൊണ്ട് ഒരാൾ വിളിക്കില്ല. അപ്പൊ കുറേ ആയെങ്കിൽ ഇതിന് മുന്നേ വിളിക്കായിരുന്നു വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറെ നേരം സംസാരിച്ചു. അപ്പൊ എനിക്ക് അയൽക്കോട്ട് വരുന്നു, പിന്നെ വിളിക്കുക ചേച്ചി പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് വിളിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു, ഞാനിങ്ങനെ ജോബ് ചെയ്യുന്നുണ്ട്, എനിക്ക് താല്പര്യം ഉണ്ടാകും ചോദിക്കാണ്. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചു. ബോബി ചെമ്മണ്ണൂറിന്റെയാണ്. ഞാൻ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള വ്യക്തിനെ കേട്ടിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, ഇങ്ങനെയാണ്. നീ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ഞാൻ സേവ് ചെയ്തില്ല, എനിക്ക് സമയമില്ല, അയൽക്കൂട്ടം, പിന്നെ ജോലി, രാവിലെ പോകണം വൈകിട്ട്, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നാളെ പിറ്റേ ദിവസം വിളിച്ചു. എടാ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നീ കാണുന്നുണ്ടാ ചോദിച്ചു. ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ല അവർ. വീണ്ടും അവർ സേവ് ചെയ്തിട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ശരി പറഞ്ഞു. എനിക്കറിയില്ല, സേവ് ചെയ്യാനൊന്നും അറിയില്ല, ഫോണിൽ ഒരു കാര്യം എനിക്കറിയില്ല. അപ്പൊ ഞാൻ കമ്പനി പോയപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്പർ സേവ് ചെയ്താൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ സ്റ്റാറ്റസ് എങ്ങനെ കാണുന്നത് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അവർ കാണിച്ചു തന്നു. നോക്കുമ്പോ അപ്പോ നമ്മുടെ ഫിജി കാർഡില് ഈ പണത്തിന്റെ പെരുമഴയായിരുന്നു. എല്ലാവർക്കും ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഡെയിലി 2000, 3000, 1804, 1804 അപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. 1804, 2804 മന്ത്ലി പെർഫോമൻസ്, അങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ആളെ കൊണ്ട് പറഞ്ഞതാ, അങ്ങനെയൊക്കെ കിട്ടേണ്ട ചേച്ചി പറഞ്ഞു, കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആള് പറഞ്ഞു, ഇതൊക്കെ നുണയായിരിക്കും, ഇതൊക്കെ സത്യമാണ്. അപ്പൊ ഞാൻ ഇത് നോക്ക്, താഴെ ഇത് എഴുതിയിട്ടുണ്ട്, എന്താണ് ആ ദിവസവും ഡേറ്റും എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരാൾ നുണ പറയാൻ വേണ്ടി വിളിക്കില്ലല്ലോ പറഞ്ഞു. അപ്പൊ നിന്റെ രാജീവിനെ കൊണ്ട് ചോദിച്ചു, നീ എന്നീ ചെയ്യുന്ന ആ ചേച്ചി. ഞാൻ ശരി പറഞ്ഞു. എന്നിട്ട് പിന്നെയും 2 ദിവസം ആള് കറക്റ്റ് സമയം ചോദിക്കും, ഏത് സമയത്താണ് നിന്നെ വിളിക്കേണ്ടത്, എപ്പൊ നീ വീടെത്തും ചോദിക്കും. അപ്പൊ ഉച്ചക്ക് എനിക്ക് സമയം കിട്ടും, പക്ഷെ ഞാൻ ചേച്ചി അനിയത്തിനെയൊക്കെ വിളിക്കുന്നതുകൊണ്ട് സമയമില്ല. വൈകുന്നേരം കറക്റ്റ് 5 മണിക്ക് വീടെത്തും, തുണി തിരുമണ സമയമായിരിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു 5:30 വീടെത്തും. ആള് 2-3 ദിവസം 5, 5:30 കറക്റ്റ് സമയത്തിന് എന്നെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവരെന്താണെന്നറിയോ, കുടുംബകാര്യങ്ങള്, ഞങ്ങൾ വളർന്നു വന്ന സിറ്റുവേഷൻ, എന്നെ ഇങ്ങനെ പുകഴ്ത്തു തരും, കഷ്ടപ്പെട്ട രീതി, ഇതിനൊക്കെ ചോദിച്ചിട്ട് പുകഴ്ത്തു തരും. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ, നമ്മളൊരു ആത്മാർത്ഥതയുള്ള ചേച്ചി, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ അവര് ബിസിനസിനെ കുറിച്ച് പറയും. ഞാൻ ബിസിനസ് കേൾക്കും. എന്നിട്ട് രാത്രിയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു 3-4 ദിവസം കറക്റ്റായിട്ട് അവർ എന്നോട് വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഓ അങ്ങനെയാണല്ലേ, എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ഇത്ര ഇൻകം കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു വേറൊരു ജോലി അന്വേഷിച്ച് വീട് കെട്ടിയത് കൊണ്ട് നല്ലൊരു കടവുണ്ട്, വേറൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ നോക്കാ പറഞ്ഞു. ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, അപ്പോഴും ഞാൻ ക്ലാസ് കണ്ടിട്ടില്ല, നോക്കാ പറഞ്ഞു. അപ്പൊ ഈ കാര്യം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. ഏട്ടാ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടവേ, ഞാൻ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞു. ഹസ്ബൻഡ് ഇപ്പോഴും നെഗറ്റീവ് പറയുന്ന വ്യക്തിയാണ്, പക്ഷെ ആ കാര്യത്തിന് എന്നോട് നെഗറ്റീവ് പറഞ്ഞില്ല. കാരണം എൻ്റെ ഒരു ഗുണം പറയുന്നത്, എല്ലാവർക്കും അറിയുന്ന ഒരു ഗുണം പറയുന്നത്,
എല്ലാവരെ കണ്ടാലും വിളിച്ച് സംസാരിക്കും. അത് എത്ര വർഷം പഴയതാണെങ്കിലും അവരിനെ വിളിച്ച് ചിരിച്ച് സംസാരിച്ച് അവന്റെ കുടുംബത്തിനെ കുറിച്ച് ചോദിച്ച് അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. അത് ഇപ്പോഴും 1ാം ക്ലാസ്സിലെ ഫ്രണ്ട് പോലും എന്റെ ഫ്രണ്ടാണ്. ആ വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, നിന്നെ കൊണ്ട് പറ്റുന്ന ജോലിയാണ്, എനിക്ക് എല്ലാവരിനെ കണ്ടാലും സംസാരിക്കണം, അപ്പൊ എനിക്ക് പറ്റും, നീ സംസാരിച്ചോ, നീ ജോയിൻ ചെയ്തോ പറഞ്ഞു. ഏട്ടൻ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിന്റെ കയ്യിൽ പൈസ ഇല്ല, നിനക്ക് ഉണ്ടാക്കാൻ പറ്റണേ നീ ഉണ്ടാക്കി നീ ജോയിൻ ചെയ്തോ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ജോയിൻ ചെയ്യാം, നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ജോയിൻ ചെയ്യും. എനിക്ക് അത്രയും തല കയറി. പക്ഷെ ഞാൻ സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ക്ലാസ് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പൊ ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെയാണ് സംഭവം പറഞ്ഞു. ആ ചേച്ചി കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞ കാര്യം, നീ ജോയിൻ ചെയ്തോ, നിന്നെ കൊണ്ട് പറ്റും, കാരണം എനിക്ക് നല്ല മനസ്സുമുണ്ട്, നീ സംസാരിക്കുകയും ചെയ്യും. അപ്പോ 70,000 രൂപ അയൽക്കൂട്ടത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 20,000 രൂപ അടച്ചു കഴിഞ്ഞു, ബാക്കി 50,000 രൂപ ഇനി പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ വ്യക്തി, ഈ ചോദിച്ച വ്യക്തി 20,000 രൂപ ബാങ്കിൽ ഇടാൻ വേണ്ടി ഞാൻ അവന്റെ കൈ കൊടുത്തിട്ടുണ്ട്, ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട്. അപ്പൊ ആള് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ 20,000 ഉണ്ട് രാധേ, ഞാൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ നീ ജോലിക്ക് ജോയിൻ ചെയ്തോ പറഞ്ഞു. അപ്പൊ ഞാന് ഓ ശരി പറഞ്ഞിട്ട് ആ 20,000 വാങ്ങി ബാങ്കിൽ 23,658 രൂപയാണ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ. ആ 3,000 സംതിങ് എൻ്റെ അക്കൗണ്ടിൽ 2,000 സംതിങ് ഒക്കെ ഉള്ളൂ. വേറൊരു അക്കൗണ്ട്, 2 അക്കൗണ്ടിൽ കൂടി എടുത്ത് 3,000 സംതിങ് 2 അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അന്ന്. എടുത്ത് ഈ 20,000 രൂപയും ചേർത്ത് 23,600 രൂപ ബാങ്കിൽ പോയിട്ട്, അന്ന് ഫോണിൽ ഗൂഗിൾ പേ ഒന്നും എൻ്റെ കയ്യിലില്ല, കൊടുത്ത് അങ്ങനെ ഞാൻ ജോയിൻ ആയി. ഈ ജോയിൻ ചെയ്യുന്ന ആ ദിവസം പോലും എന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന ആള് ഹോസ്പിറ്റലിൽ പോയി, അവന്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റാണ്, ഞാൻ ലീഡറിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചത്. അങ്ങനെ അന്ന് ജോയിൻ ചെയ്തു. ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, ടെൻഷൻ. കാരണം എന്തൊക്കെയാണ് ലിസ്റ്റ് ഇടാനൊന്നും എനിക്കറിയില്ല. ആ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. 23,600 സംതിങ് ആയി. അത് എന്താണ് ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരു മിനിറ്റ് ഇല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞു, ലിസ്റ്റ് ഇട്ട് സാധനങ്ങൾ വാങ്ങി. അപ്പൊ ഏട്ടനും പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല അതെ, അപ്പൊ മേടിച്ചോ, വീട്ടിലേക്ക് വേണ്ടതല്ലേ, അപ്പൊ എനിക്ക് പറ്റും പറഞ്ഞു. അപ്പൊ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന വ്യക്തി ഇതിൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. എനിക്ക് നല്ല സന്തോഷം തോന്നി, കാരണം ഏട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. പിറ്റേ ദിവസം ആള് വിളിച്ചു, സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാ? ഇല്ല, എനിക്ക് വെക്കാൻ അറിയില്ല, ഞാൻ വെക്കുന്നില്ല. അപ്പൊ വെക്കടാ, അങ്ങനെ ഉണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ കമ്പനിയിലെ കുട്ടി, അപ്പോഴും അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ചോദിക്കും എങ്ങനെയാ വെക്കണെന്ന്. അവരോട് ചോദിച്ചിട്ട് അവർ പറയും. അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് വെക്കുമ്പോൾ എത്ര ആൾ കാണും. സ്റ്റാറ്റസ് വെച്ച ദിവസം എന്റെ മൈൻഡിൽ ഇത് ജോയിൻ ചെയ്യണം എന്നുള്ള മൈൻഡ് എന്താണെന്ന് വെച്ചാൽ, മാമന്റെ മക്കളുണ്ട്, ഒരു 10-15 പെൺകുട്ടികളുണ്ട്, മാമന്മാര് മേമന്മാര്, പിന്നെ ബന്ധുക്കാർ മൊത്തം ഉണ്ട്. പിന്നെ രാജീവേട്ടന്റെ സൈഡ് കുറെ ബന്ധുക്കാരുണ്ട്, അച്ഛന്റെ സൈഡ് വേറെയുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, നിറയെ ആൾക്കാരുള്ള വ്യക്തിയാണ്. ഒരു 10-300 ആള് നമ്മുടെ റിലേറ്റീവ്സ് മാത്രമുണ്ട്. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ഫ്രണ്ട്സുമാര് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സുമാര് തൊട്ട് ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ഇത്രയും അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ എനിക്കിതിൽ ഒരു 2 ആളിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ, അത് മാത്രമായിരുന്നു എന്റെ മൈൻഡിൽ. പിന്നെ ചേച്ചിയോടും അനിയത്തിയോടും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയത്തി ജോയിൻ ചെയ്യാം, നീ ചേർന്നോ, ഞാൻ ജോയിൻ ചെയ്യാരാതമ്മാന്ന് അനിയത്തിയും പറഞ്ഞു. ചേച്ചിക്ക് മാത്രം അങ്ങനത്തെ മൈൻഡ് ഇല്ല. ചേച്ചിക്ക് അധ്വാനിക്കണം എന്നുള്ള മൈൻഡേ ഉള്ളൂ, ഇതിൽ ചേരണം എന്നുള്ള മൈൻഡ് അപ്പോഴും അവൾക്ക് ഇല്ല. അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് ഇത്ര ആളുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയടിക്ക്. പിന്നെ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആരോടും അന്വേഷിക്കാൻ പോകണ്ട, നീ അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി, പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിനക്ക് കിട്ടിയാൽ നല്ലതാണ്, നീ രക്ഷപ്പെടും, പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല കേട്ടടാ എന്നൊരു വാക്ക് അവർ പറഞ്ഞു. ഞാൻ എന്താണ് അപ്പൊ ജോയിൻ ചെയ്യാനും പറയുന്നു, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല എന്നും പറയുന്നു, ആരോടും പറയണ്ടെന്നും പറയുന്നു, ഇതിൽ എന്തോ ഒരു ഇതില്ലേ എന്ന് ചിന്തിച്ചു. പക്ഷെ ഇല്ല, ജോയിൻ ചെയ്യിപ്പിക്കാൻ എന്റെ മനസ്സിനെ ഒന്ന് ഇളക്കുമായിരുന്നു. അത് കഴിഞ്ഞു. നാളെ ജോയിൻ ചെയ്യാണ്, ഇന്ന് വൈകുന്നേരത്ത് ഒരു റെയിൽവേ ജോലിക്കാരി ഇത് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിറയും കോണ്ടാക്ട്സ് ഉള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ നീ ഒന്ന് ജോയിൻ ചെയ്യും, കാരണം അവർ നിന്റെ താഴെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർ ഇട്ട് തന്നു. ഞാൻ അപ്പൊ എനിക്ക് ഒരാളെ നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഏട്ടാ അങ്ങനെയാണ് സംഭവം, അപ്പൊ നീ ജോയിൻ ചെയ്തോ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ജോയിൻ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞു. ജോയിൻ ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞതും നിറയും എൻ്റെ ഫ്രണ്ട്സുമാർ, കമ്പനി പോയ ഫ്രണ്ട്സുമാര്, കൂടെ പഠിച്ച ഫ്രണ്ട്സുമാരെ, മാമന്റെ മക്കള്, ഒരാൾ വിളിച്ചിട്ട് നീ ഇത് പട്ടാ ചോദിച്ചു, വേറൊരാൾ വിളിച്ചിട്ട് നീ ഇത് ചേർന്നാ, രാധയ്ക്ക് പറ്റും. അങ്ങനെ പല ആൾക്കാർ പല വിധമായി. ഞാൻ ഈ ചോദിക്കുന്നതിന്റെ പേരൊക്കെ ഞാൻ അങ്ങനെ അപ്പൊ തന്നെ ഫോൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ലീഡർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്പർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ലീഡറൊക്കെ എഴുതുകയാണ്. അന്ന് ഡിജിറ്റലിയാണ് കൂടുതൽ അന്ന് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നമ്പറുകളും എഴുതി വെച്ചു. ഇന്ന ദിവസം ഇത്ര ആൾക്കാരുടെ നമ്പർ എല്ലാം എഴുതി വെച്ചു. അപ്പോൾ ചോദിക്കണം, BOP കണ്ടു, ഇന്നവർ കണ്ടു, ഇന്നവരിത് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ക്യൂരിയോസിറ്റി കൊടുത്തുകൊണ്ട് ക്ലാസ് കാണാൻ, BOPയിൽ കയറാൻ അവരിന് എനിക്ക് പറ്റും. എത്ര ആൾക്ക് ഞാൻ പറഞ്ഞു അത്ര ആൾ ക്ലാസ് കയറാൻ അവരിനെ കൊണ്ട് ഞാൻ നിർബന്ധിതമാക്കും, അവർ കയറും. ആ വാക്കുകളായിരുന്നു എൻ്റെ വായിന്ന് വന്നിരിക്കുക. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. അങ്ങനെ തന്നെ നിറയെ ആൾക്കാർ BOP കാണാൻ തുടങ്ങി. 2-3 ആളെ കൊണ്ട് കാണാൻ പറയും. അതിനെ കൊണ്ട് കോൺഫറൻസ് അപ്പം അതാണ് മെയിൻ ഫോക്കസ്. കാരണം BOP കാണാൻ പറയുക, അതിനെ കൊണ്ട് കോൺഫറൻസ് കോൾ ഇടുക, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക. അതാണ് അവിടെ പോയിന്റ് കേട്ടാ. പിന്നെ പിറ്റേ ദിവസം ഫോളോ അപ്പ് ചെയ്യുക. അത് ഞാനല്ല, എന്നെ ജോയിൻ ചെയ്യിച്ച പ്രിയ മേഡമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവൻ്റെ നമ്പറൊക്കെ എഴുതി വെക്കും. ഇന്ന ആൾ വിളിച്ചു, ഇന്നത് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വിളിച്ചു കഴിഞ്ഞാൽ സാധനം കൊടുക്കണ്ടേ, അങ്ങനെ പറയും. പിന്നെ മാമൻ്റെ മക്കളൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്തു. അച്ഛൻ്റെ വഴിക്കുള്ള ബ്രദേഴ്സ് ഒരാഴ്ച കേട്ടോ, 2-ആഴ്ചനുള്ളിലാണ് അച്ഛൻ്റെ അവര് അച്ഛൻ്റെ ബന്ധുക്കാരും എന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അവരെ വിളിക്കാൻ പറ്റില്ല. അവരൊക്കെ പിന്നെ ചിലവർ പറയാൻ തുടങ്ങി, രാധയ്ക്ക് പറ്റും, രാധ ജോയിൻ ചെയ്തോ, എന്നിട്ട് രാധ പൈസ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കടം ചോദിക്കുക. അങ്ങനെയായി കുറെ ബന്ധുക്കാർ. പിന്നെ ചേച്ചി അനിയത്തി, എനിക്ക് പറ്റും, നീ ചേർന്നോ, ഞങ്ങൾക്ക് പറ്റില്ല, അനിയത്തിയും കൈയൊഴിഞ്ഞു. അപ്പം മൊത്തത്തിൽ ആരും ഇല്ല എന്നായി. മനസ്സ് കുറച്ചിങ്ങനെ ഇതാകാൻ തുടങ്ങി. പിന്നെ ഞാൻ 7am ഒരാഴ്ച കേട്ടോ. അത് കഴിഞ്ഞതും 2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ആൾ പറഞ്ഞു 7am ഒന്ന് കണ്ടോളൂ എന്ന്. അപ്പൊ ഞാൻ രാവിലെ അല്ലേ ചേച്ചി, എനിക്ക് 8 മണിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. അപ്പൊ ബസ്സിലാ പോണു, വണ്ടി വാങ്ങിയിട്ടില്ല. അപ്പൊ ബസ്സിൽ പോവാണ് ചേച്ചി, എനിക്ക് സമയമില്ല പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് കണ്ടു നോക്കടാ, അങ്ങനെ പറഞ്ഞു. ശരി പറഞ്ഞു, ഞാൻ അങ്ങനെ കയറി. അങ്ങനെ ഞാൻ കയറിയപ്പോൾ ഫസ്റ്റ് ഞാൻ കയറിയത് ശ്രീലക്ഷ്മി മാമിൻ്റെ ആയിരുന്നു. മെഗാ 7am പൂജ മാമും ശ്രീലക്ഷ്മി മാമും. അതിൻ്റെ ക്ലാസ് ആ ദിവസം കണ്ടതും എനിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായി. ചെയ്യാൻ പറ്റും, ഞാൻ നല്ല ലെവലിൽ മുന്നേറും, എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ലീഡർ എന്നെ വിളിച്ചും പറഞ്ഞിട്ടില്ല. ഞാൻ 7am ഡെയിലി കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഒരു 15 ദിവസം കഴിഞ്ഞ നവംബറിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ 7am കാണും. ഒരു ദിവസം പോലും 7am പറഞ്ഞാൽ അത്ര എനിക്ക് ബൂസ്റ്ററാണ്. ആ 7am മിസ്സാക്കി എന്ന് എനിക്കോ എന്തൊക്കെയോ ഒന്ന് നടക്കാത്ത പോലെ തോന്നും. ആ 7am ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മിസ്സാക്കാതെ കാണുന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ഞാൻ സംസാരിക്കുന്ന രീതി എന്ന് പറയാം. അങ്ങനെ ഞാൻ 7am കണ്ടു തുടങ്ങി, നല്ല കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി ക്ലാസ് തൊട്ട് BOP, ഞാൻ നിറയെ ആൾക്കാർക്ക് BOP അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 1-2 വേണ്ട പറഞ്ഞു, 1-2 ഓക്കെ പറഞ്ഞു, 1-2 പൈസ ഇല്ല പറഞ്ഞു. ആ ലെവലിൽ നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു, രാധ നിനക്ക് കിട്ടുമെങ്കിൽ അവർ പറഞ്ഞ വാക്ക് ഇതാണ്, ഈ രാധ എന്നുള്ള വ്യക്തി ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കും, ചതിക്കില്ല, നിന്നെ വിശ്വസിക്കാൻ എനിക്ക് പറ്റും, നീ വന്നോ, ഞാൻ ജോയിൻ ചെയ്യാ പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് നീ സംസാരിക്കുമോ ചോദിച്ചു. ഓക്കെ പറഞ്ഞു. ഞാൻ അതിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് സംസാരിച്ചു. ഒരു 15 ദിവസം ഉണ്ടാവും, ഒരു കുറച്ച് ദിവസമായതും അവള് 100 SPക്ക് എടുത്ത് ജോയിൻ ചെയ്തു. ഫസ്റ്റ് അവള് ജോയിൻ ചെയ്തതും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, രാധേ അവര് ജോയിൻ ചെയ്തില്ലേ, നീ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചോ, കാരണം നീ എന്തായാലും വർക്ക് ചെയ്യും, നിനക്ക് എന്തായാലും അതിനുള്ള കഴിവുണ്ട്, നീ എപ്പോ എന്നെ ജോയിൻ ചെയ്യിച്ചോന്ന് ഹസ്ബൻഡ് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അതിൽ വലിയൊരു പോയിന്റ് ഉണ്ട്, നീ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആളെ ഞാൻ അടുക്കളയിൽ 7am വെക്കും, അടുക്കളയിൽ കഷ്ണം നുറുക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ആളും അതിന്റെ കൂടെ നിന്ന് എനിക്ക് സഹായിക്കും. അപ്പൊ ആളും അത് കേൾക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലായി നല്ലൊരു കൺസെപ്റ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ 20,000 രൂപ അയൽക്കൂട്ടത്തിന് എടുത്ത് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഹസ്ബൻഡിന് 24,000 ഉണ്ടാക്കും? പൈസയില്ല. എങ്ങനെ ഉണ്ടാക്കും കേട്ടാ, വരുമാനം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും ചെയ്ത് നീ ജോയിൻ ചെയ്യിപ്പിക്കടി. ഒരു വാക്ക് കിട്ടി. അങ്ങനെ ഞാൻ അനിയത്തിനെ വിളിച്ചു. അനിയത്തി ജോയിൻ ചെയ്യുന്നില്ല. അപ്പൊ അനിയത്തി പറഞ്ഞു, എൻ്റെ കയ്യിലെ കുട്ടികളുടെ സ്വർണ്ണം, അവർക്ക് എപ്പോഴും ചേച്ചി അനിയത്തിക്കൊക്കെ എപ്പോഴും ഗോൾഡ് ഉണ്ടാവും കയ്യിൽ. അപ്പൊ സ്വർണ്ണം എൻ്റെ കയ്യിൽ, അനിയത്തിന്റെ സ്വർണ്ണം ഉണ്ട്, മകളുടെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇടാത്തുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ തരാം, നീ ജോയിൻ ചെയ്യണ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം വാങ്ങിയിട്ട് എൻ്റെ ഭർത്താവിനെ ജോയിൻ ചെയ്യിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നേക്കാളും നീ ജോയിൻ ചെയ്യണം, എൻ്റെ അനിയത്തി ആയാലും എൻ്റെ റൈറ്റ് ഇരിക്കുന്നത് നല്ലതാണ്, നീ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞു, എനിക്കൊന്നും ആവില്ല, നീ ചെയ്തോ, നീ ഏട്ടനെ ചെയ്യിപ്പിക്കുക, നീ രക്ഷപ്പെടുക പറഞ്ഞു. ശരി, രക്ഷപ്പെടുകയാണെങ്കിൽ നീ എൻ്റെ അനിയത്തി, സ്വന്തം അനിയത്തി തരാന്നുള്ളൊരു മനസ്സുണ്ടല്ലോ. അപ്പൊ അതിന് ഞാൻ നന്ദി പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ആ സാധനം വാങ്ങി ഞാൻ അവളുടെ
ബ്രേസ്ലെറ്റ്, കുഞ്ഞു മോതിരം, കുഞ്ഞു കമ്മല്, അങ്ങനെ 3 വാങ്ങി. ഞാൻ 24,000 രൂപയ്ക്ക് കൊണ്ട് പണയം വെച്ചു. ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ആ 24,000 രൂപയ്ക്കും അന്ന് ഞാൻ ഒരു ചെറിയ ബുദ്ധി ചെയ്തു. 24,000 രൂപയ്ക്കും ഞാൻ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നമുക്കത് വിൽക്കാം. അപ്പോൾ അത് പൈസ തിരിച്ചു പിടിക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങി. 24,000 രൂപയ്ക്ക് ഞാൻ പേസ്റ്റ് അടിച്ച് 2-3 ദിവസത്തിനുള്ളിൽ സാധനം വന്ന് വീടെത്തി. ഒരു 200 പേസ്റ്റ് ഉണ്ട്, ഒരു 4 ബോക്സ് സാധനമുണ്ട്. അപ്പൊ അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു. ഹസ്ബൻഡ് പോയി എടുക്കാൻ പോകുമ്പോൾ എക്സലാണ്, അത് വെച്ചിട്ട് വരാൻ പറ്റില്ല, ഓട്ടോ പിടിച്ച് കൊണ്ടുവന്നു. വീടെത്തിയത് എന്നെ ഫോൺ ചെയ്തു ഒരേ ചീത്ത. നീ അതേ 4 ബോക്സ് ഉണ്ട്, ഇത് നീ ഏത് കാലത്ത് വിറ്റ് തീരാനാണ്, നീ എന്ത് പറഞ്ഞിട്ടാ ഇത്ര സാധനം വാങ്ങിയിട്ട് കട്ടിലിന്റെ അടി വെക്കാൻ വേണ്ടി വാങ്ങിയിട്ട്, ഒരേ ചീത്ത. ഞാൻ പറഞ്ഞു ഏട്ടാ അതവിടെ വെക്ക്, എന്നെ കൊണ്ട് പറ്റും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ എൻ്റെ HR ഉണ്ടായിരുന്നു, ഞാൻ കമ്പനിയിൽ പോയി ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു 9,000 രൂപയാണ് അന്ന്. 9,000 രൂപ കൊണ്ട് എനിക്ക് പേപ്പറിൽ ഇതിന്റെ ഇംഗ്ലീഷിലെ ഗുണങ്ങൾ മൊത്തം, ഇംഗ്ലീഷിൽ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് PDF എനിക്ക് കിട്ടി. ഞാൻ കളർ പ്രിന്റ് എടുത്തു. ഞാൻ കളർ പ്രിന്റ് എടുത്തും ആ പേപ്പറോടെ കൊടുത്തില്ല, അതിന്റെ ഫോട്ടോസ് മറ്റേ കട്ടിയുള്ള വൈറ്റ് കളർ പേപ്പർ എടുത്തു. അതിനെ പിൻ ചെയ്ത് ഒരു GM മാനേജേഴ്സ് അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. സാർ ഞാൻ ഇങ്ങനെയൊന്ന് സാധനം വെക്കുന്നുണ്ട്, സാറൊന്ന് വാങ്ങുമോ. പിന്നെ എനിക്ക് ഇതിൽ ട്രെയിനിങ് കിട്ടിയില്ല, പല്ലിൽ കറ പോകും, കേടുണ്ടെങ്കിൽ വ്യാപിക്കില്ല, മോണിൽ കൂടെ ബ്ലഡ് വരില്ല, വായിൽ വരുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റും, ഇത്രയും ഗുണങ്ങളുണ്ട് സാർ. വായു കൊണ്ട് പറയുന്നവരോട് ഞാൻ വായു കൊണ്ട് പറഞ്ഞു. വായു കൊണ്ട് പറയാൻ അറിയാത്ത ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സാറുമാരോട് ആ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ ദിവസം ഞാൻ 12 കൊണ്ടുപോയുള്ളൂ. ആ 12 വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അന്ന് എൻ്റെ കയ്യിൽ 12 ഒരു പേസ്റ്റിന് എനിക്ക് 30 രൂപ ലാഭം കിട്ടി. അതായത് 165 MRP റേറ്റ്. അന്ന് നമുക്ക് 120 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ 150 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ഒന്നിന് 30 രൂപ എനിക്ക് ലാഭം കിട്ടി. ആ 30 രൂപ, അതായത് 10 വിറ്റ് എത്രയായി? 360 രൂപ എനിക്ക് അന്ന് കിട്ടി. വളരെ എനിക്ക് സന്തോഷം തോന്നി. ഒറ്റ ദിവസം കൊണ്ട് 360 രൂപ കിട്ടുക. അന്നത്തെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലിയ സന്തോഷമായിരുന്നു. പ്രതീക്ഷിക്കാതെ, എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവില്ല, പണിക്ക് പോവുക, വരിക, ലോൺ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന പൈസ ലോൺ അടയ്ക്കുക, ബാക്കിയുള്ളത് കയ്യിലൊരു എക്സ്ട്രാ ഇൻകം ഇല്ല. അന്ന് 360 രൂപ കിട്ടി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഒരു 25 കൊണ്ടുവന്നു. ആ 25 ഒരൊറ്റ ദിവസം ചെലവായി. അന്ന് എനിക്ക് 740 രൂപ കിട്ടി. പിറ്റേ ദിവസം 740, 800 സംതിങ് കിട്ടി. അങ്ങനെ ഈ 25 വിറ്റ് കഴിഞ്ഞു. അപ്പൊ 2 ദിവസം കൊണ്ട് 35 വിറ്റ് കഴിഞ്ഞു. പിന്നെ എന്റെ മനസ്സിലുള്ള സന്തോഷവും എന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലേ. പിന്നെ ഹിന്ദിക്കാരനെ കൊണ്ടും തമിഴ് ആൾക്കാർ മലയാളീസിനെ കൊണ്ടും നിരന്തരം പിറ്റേ ദിവസം 25 കൊണ്ടുപോയി. അതും 25 കൊണ്ടുപോകാൻ പറ്റുള്ള ബിഗ് ഷോപ്പിൽ തൂക്കിയിട്ട്, അന്ന് വണ്ടിയില്ല, അങ്ങനെ അതും കൊണ്ടുപോയി. അതും ആ ദിവസം തന്നെ വിറ്റ് കഴിഞ്ഞു. ഹിന്ദിയെ എനിക്ക് അറിയില്ല. അവരോട് ഡാ ഭയ്യ അച്ഛാ പേസ്റ്റ്ടാ വാങ്ങും. അവരൊക്കെ ഈ പാൻപരാക്കൊക്കെ തിന്നിട്ട് പല്ലിൽ കറിയില്ല, ഡാ അതൊക്കെ പോകും. ആക്ഷനാണ് അവരോട്, സംസാരിക്കാൻ അറിയില്ലല്ലോ, ആക്ഷനാണ്. ഞാൻ സംസാരിക്കുന്ന കണ്ടിട്ട് തമിഴ് സൂപ്പർവൈസർമാര്, മലയാള സൂപ്പർവൈസർമാരൊക്കെ ഒരേ ചിരിയാണ്. കാരണം ഇതിന് ഹിന്ദിയെ അറിയില്ല, എന്നിട്ട് എങ്ങനെ വിൽക്കണ നോക്ക് കണ്ടിട്ട് അവര് എന്നെ കളിയാക്കുകയാണ്. നീ മിണ്ടാതിരിക്കുക, എനിക്ക് പറ്റൂടാ, അങ്ങനെ പറഞ്ഞ് ആ ഹിന്ദിക്കാരൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പൊ അവര് പറയും ഇവന്മാര് കുളിക്കുകയേ ഇല്ല, അവര് പല്ല് തേക്കും. അപ്പൊ ഞാൻ പറയും ഇവര് പല്ല് തേച്ചാലെന്ത്, തേച്ചില്ലെങ്കിൽ എന്ത്, റൂമിൽ കൊണ്ട് വെച്ചാലും എനിക്ക് വിറ്റാ മതിയല്ലോ. അത് കഴിഞ്ഞ് സാറുമാരോട് പറയുമ്പോൾ സാറപ്പോ GM ഒക്കെ ആണെങ്കിലും എക്സിക്യൂട്ടീവ്സ് മാസത്തില് മീറ്റിംഗിലേക്ക് വരും. അപ്പൊ അവര് പറഞ്ഞു സെൻസൂഡ്, അങ്ങനെ എല്ലാ ആൾക്കാർക്കും ആ പേസ്റ്റ് മൊത്തം വിറ്റ് കഴിഞ്ഞോണ്ട് ഒരു 2 ആൾ. രാജേഷ് സാറ് മൈക്ക്, ദീപ മാഡം മൈക്ക് ഓഫ് ആക്കൂ. എല്ലാവർക്കും പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്ണർ കുറച്ച് വിറ്റ് തരാൻ പറഞ്ഞു. അവള് കൊണ്ടുപോയി. പിന്നെ എൻ്റെ ബന്ധുക്കാർക്കൊക്കെ ഈ 15 ദിവസവും ആയിട്ടുള്ളൂ കേട്ടോ കറക്റ്റ്. പിന്നെ ബന്ധുക്കാർക്കൊക്കെ പേസ്റ്റ് കൊടുത്തു. അവരൊക്കെ ഉപയോഗിച്ചു. അനിയത്തിയൊക്കെ കമ്പനി കൊണ്ട് കുറച്ച് വിറ്റ് തരാൻ പറഞ്ഞു. അവള് കുറച്ച് വാങ്ങിട്ട് പോയി, ചേച്ചി കുറച്ച് വാങ്ങിട്ട് പോയി, ചേച്ചിന്റെ ബന്ധുക്കാർക്ക് കൊടുത്തു. അങ്ങനെ അവര് ജോയിൻ ചെയ്തില്ല എന്നുള്ളൂ, ഈ സഹായം അവർ ചെയ്തു. അങ്ങനെ 15 ദിവസം കൊണ്ട് 24,000 രൂപന്റെ പേസ്റ്റ് 31,500 രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞു. കറക്റ്റ് എനിക്ക് എത്ര രൂപ കിട്ടി? 7,500 രൂപ അതാണ് ലാഭം കിട്ടി. പിന്നെ ഞാൻ വിട്ടില്ല. പിന്നെ ആൾക്കാരെല്ലാവരും കസ്റ്റമറായി, അവരവിടെ നിന്നു, അവരൊക്കെ അത് വാങ്ങി. പിന്നെ അവര് റിട്ടേൺ ചോദിക്കാൻ തുടങ്ങി, അവരുടെ ബന്ധുക്കാർക്ക് അവർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവര് തിരിച്ചു ചോദിക്കും,
പക്ഷേ അപ്പൊ കിട്ടിയ പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 2 ആഴ്ച എൻ്റെ മകന് നല്ല വയറുവേദന വന്ന ഈ സമയത്ത്, നല്ല വയറുവേദന, രാജീവേട്ടന് കറക്റ്റ് മഴ, നല്ല മഴ, ഏട്ടന് ഒരു 3 ആഴ്ച പണിക്ക് പോകാൻ പറ്റിയില്ല. വീട്ടിൽ സിറ്റുവേഷൻ ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു ആ സമയം. ഞാൻ ഈ പേസ്റ്റ് വെക്കാത്ത സമയമാണെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കും ഞാനത് ചെയ്യാം. പക്ഷേ ഡെയിലി 500, 1000, 700, 900, 1200 പറഞ്ഞിട്ട് എനിക്ക് അവിടെ നല്ല ലെവലിൽ കിട്ടി. ഏട്ടാ ഇതാ പേസ്റ്റ് വിറ്റ പൈസ 1500, ഏട്ടാ എന്താ പേസ്റ്റ് വിറ്റ് പൈസ 2000, അങ്ങനെ ഡെയിലി ഏട്ടൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. സാധനങ്ങൾ വാങ്ങിയിട്ട് വരാൻ തുടങ്ങി. എൻ്റെ മകന് നല്ല ഫ്രൂട്ട്സ്, ഈ പേസ്റ്റ് വിറ്റ പൈസ ഈ 2 ആഴ്ച എൻ്റെ അത് എടുത്ത് വെക്കാമായിരുന്നു, ആ എടുത്ത് വെച്ച് ഞാൻ നല്ല ലെവലിൽ കാണിക്കാമായിരുന്നു. പക്ഷെ ഇതൊരു ക്രൂഷ്യൽ ഘട്ടത്തിലെത്തി. അതായത് മകന് സൂലുണ്ടായി, ഏട്ടന് പണിക്ക് പോകാൻ പറ്റാണ്ടായി മഴ കാരണം. ഈ പൈസ എനിക്കിത് നല്ലൊരു സഹായം, ദൈവ സഹായം ആ സമയത്ത് എത്തിയ പോലെയായിരുന്നു. അങ്ങനെ കടയ്ക്ക് പോയി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നു. അവന് വയറ് വേദനയാണ്, കുടലിലൊരു ചെറിയ ഇഷ്യൂസ്. അപ്പൊ ഫ്രൂട്ട്സ് നിറയെ വാങ്ങിയിട്ട് വന്നു, പാല്, സാധനങ്ങൾ എല്ലാം വാങ്ങിയിട്ട് വന്നു. ഹോസ്പിറ്റലിൽ പോകാൻ, മരുന്ന് ചെലവിന് എല്ലാം എനിക്ക് ഈ പേസിന്റെ പൈസ ഞാൻ ദൈവത്തിനോട് ഡെയിലി നന്ദി പറയാൻ തുടങ്ങി. നന്ദി ദൈവമേ, എനിക്ക് ഈ ഘട്ടത്തിൽ എനിക്ക് തന്നല്ലോ, ഈ സാധനങ്ങൾ എനിക്ക് വിൽക്കാൻ പറ്റിയല്ലോ ദൈവമേ, അത് ദൈവത്തിനോട് നന്ദി. എനിക്ക് എന്നോട് പേസ്റ്റ് എടുക്കുക പറഞ്ഞ എൻ്റെ ലീഡറോട് നന്ദി, എനിക്കിങ്ങനെ കൺസെപ്റ്റ് തന്നതിന്. അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞ സങ്കടത്തോടെ നന്ദി പറയാൻ തുടങ്ങി. കാരണം എനിക്ക് ആ ഘട്ടം, ആ 10-15, ഒരു 10-22 ദിവസം ഞാൻ ഈ പേസ്റ്റ് വിറ്റ പൈസ മുഴുവൻ എനിക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. വീട്ടിലെ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് ഏട്ടന് പണിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ, മഴയത്ത് ഏട്ടൻ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ എന്ത് കേട്ടു? കാരണം ഏട്ടനാണ് എല്ലാ ചെലവും ചെയ്യുന്ന വ്യക്തി, ഞാൻ കൊണ്ടുവരുന്ന ലോണുകൾ മാത്രമാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഏട്ടനെ സഹായിക്കാൻ, എൻ്റെ മകന് നല്ല ഫ്രൂട്ട്സുകൾ വാങ്ങിക്കൊടുക്കാൻ, വീട്ടിലെ ചെലവ് നല്ല രീതിയിൽ പോകാൻ ഞാൻ കടക്കാരനോട് കൂടെ പറഞ്ഞു, ഏട്ടാ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇതുവരെയും എന്താ കടമല്ലേ വെക്കുന്നത്, ഇപ്പൊ എന്റെ കയ്യിൽ നോക്കി കേട്ടോ എത്ര പൈസ, അത് 150 എന്റെ കയ്യിൽ തരും. പിന്നെ ഗൂഗിൾ പേ അപ്പൊ ഞാൻ ഗൂഗിൾ പേ ചെയ്തു. ഈ സാധനം വിൽക്കാൻ പോണ ദിവസം എന്റെ HR വന്നിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ആക്ടിവേറ്റഡ് ചെയ്യും, ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു. സാർമാരൊക്കെ വന്നിട്ട് സ്കാനർ കാണിച്ചു കൊടുക്കാന്ന് എനിക്ക് അറിയില്ല. എന്നിട്ട് HR വന്ന് വേഗം കാണിച്ചു കൊടുക്കും അവർക്ക്. എന്നിട്ട് അവര് എനിക്ക് തരും. അത് 2-3, ഞാൻ ഒന്ന് വാങ്ങാൻ പറയില്ല, 2 വാങ്ങിക്കോളൂ സാർ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യും പറയും. അങ്ങനെ 2 വെച്ച് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുത്തു എന്നുള്ളതാണ്. വളരെയധികം പിന്നെ പേസ്റ്റ് ചേച്ചി എന്നായി എന്നെ വിളിക്കാൻ, എല്ലാവരും കൂടി വിളിക്കാൻ തുടങ്ങി. ഹിന്ദിക്കാരൊക്കെ കണ്ടു പറഞ്ഞ ചേച്ചി അച്ഛാ പേസ്റ്റ് ചേച്ചി, ഗർഭേ ജായക പറയും. ഓ കൊണ്ടുവയ്ക്കോ പറഞ്ഞു. അപ്പൊ തമിഴ് ആൾക്കാരും മലയാള സാറുമാരും ഇവിടെ നിന്ന് ചിരിക്കും എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിരിച്ചോ, എനിക്ക് എന്ത് വേണം, എനിക്ക് എന്റെ സാധനം വിറ്റാ പോരെ. അവര് എന്നെ ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നില്ലേ ഇപ്പോഴും, ഹിന്ദിക്കാർ ഇപ്പോഴും ചോദിക്കും, ചേച്ചി പേസ്റ്റ് താ, ക്യാഷ് സാലറി കിട്ടട്ടെ അങ്ങനെ പറയും, ഹിന്ദിയിൽ പറയും. അപ്പൊ ഓ ശരിയുടെ ഭയ്യ തരാ പറയും. അങ്ങനെ അങ്ങനത്തെ ഭാഷ ഭയ്യ പറഞ്ഞിട്ട്, എന്നിട്ട് തമിഴ് ആൾക്കാർ പറഞ്ഞ് കളിയാക്കും, ഭയ്യ പറഞ്ഞിട്ടേ കുറെ പണം ഉണ്ടാക്കി ഇവിടെ നിന്ന്. അത് എന്റെ കഴിവ്, നമ്മൾ തെറ്റായിട്ടല്ലല്ലോ, നേർവഴിക്കല്ലേ, നമ്മൾ ആരിനും പേടിക്കണം. ആ ലെവലിൽ വിറ്റ് കഴിഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, വാങ്ങിക്കോളൂ, ചെയ്തോളൂ, നമുക്ക് കുറച്ച് വിറ്റ് തരാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സഹായം കൂടി ഞാൻ ചെയ്തു തരാം. ആ ലെവലിലായി. അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച ഒരൊറ്റ കാര്യമാണ്, ഫസ്റ്റ് ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ എനിക്ക് ദേഷ്യം വന്ന തിരിച്ച് കറക്റ്റായിട്ട് മറുപടി പറയും. അത് പിന്നെ പറയാ, പിന്നെ സംസാരിക്കാന്നൊന്നും പറയില്ല. കറക്റ്റ് പറയേണ്ട കാര്യം മുഖത്ത് നോക്കി, നീ പോയി പണി നോക്ക്, അങ്ങനെയുള്ള ലെവലിൽ പറയും. പക്ഷെ ഇപ്പില്ലേ, ആരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും, ആരെത്ര ദേഷ്യത്തോടെ എന്നോട് ദേഷ്യം പറയത്തക്ക വിധം വന്നാലും അടക്കി വെച്ചിട്ട് ക്ഷമ പഠിച്ചു എന്നുള്ളതാണ്. ഈ ഫിജിക്കാട്ടിൽ വന്നപ്പോൾ പഠിച്ച ഒരേ ഒരു ഗുണം ക്ഷമ. ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കാൾ നല്ലൊരു ക്ഷമ പഠിച്ചു. ആരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും ക്ഷമയോടെ അതിനെ നേരിടാൻ എന്നെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ രാധാ മാഡം പറഞ്ഞത് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവൂലേ ഫസ്റ്റ്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ബന്ധുക്കാര്, എൻ്റെ ഫ്രണ്ട്സ്മാര് എൻ്റെ നമ്പറുകൾ ബ്ലോക്ക് ആക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദൈവം, നമ്മൾ അധ്വാനിക്കും തോറും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കിലൂടെ പല സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. കറക്റ്റ് ഫോളോ അപ്പിലൂടെ, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മകന്റെ ഫുട്ബോൾ ടീമിൽ, അപ്പൊ നെയ്മർ ആ കളിന്റെ ടീമിൽ ഒരു ഇതായിരുന്നു, അവരിനെ വിളിച്ചിട്ട്, മലപ്പുറത്ത് ഒരു കുട്ടിയായിരുന്നു, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അത് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ക്ലാസ് പറഞ്ഞു കൊടുത്തു. നേരിട്ട് കണ്ടിട്ടില്ല, എന്നും ഞാൻ ആ കുട്ടനെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പിലൂടെ ഇതെങ്ങനെയാണ് ഗുണം, ഇതിന്റെ ഗുണം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവ, അപ്പോൾ നമുക്ക് 25 ദിവസത്തേക്ക് സോപ്പ് ഉണ്ടായിരുന്നു, ആ സോപ്പ് എടുത്ത് ജോയിൻ ചെയ്തു. എന്നിട്ട് അവന്റെ ഒരു 4 ആളിനെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് പൈസ കിട്ടിയത് കണ്ടിട്ട്, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പ്ലാനേ പറയാത്തൊരു വ്യക്തി ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, എനിക്കും ഹസ്ബൻഡിനും കിട്ടുന്നുണ്ടല്ലേ, അപ്പൊ പിന്നെ ഞാനും ജോയിൻ ചെയ്യാൻ പറഞ്ഞ എൻ്റെ ഒരു ഇടത്തേമ്മ. ഇങ്ങനെ
കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് ചെയ്യുമോ ചോദിച്ചാൽ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തുഴയായിരുന്നു. ആ തുഴഞ്ഞിട്ട് ലീഡർ പറഞ്ഞ അപ്പൊ നിറയെ എനിക്ക് എസ് എം ലീഡേഴ്സ് എൻ്റെ മുകളിലുണ്ട്. പക്ഷെ അവരൊന്നും ഫീൽഡിൽ ഇറങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. ഞാൻ അന്ന് SR ആയിരുന്നു. എൻ്റെ മെയിൻ ലീഡർ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് നമുക്ക് ചെയ്യാൻ പറയും. പക്ഷെ അവര് ഫീൽഡിലേക്ക് വരില്ല. അവർ ഡിജിറ്റലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഞാൻ ഞായറാഴ്ച എല്ലാ പണിയും കഴിഞ്ഞിട്ട് പ്രിയ മാഡം നമുക്ക് പോകുക ചോദിച്ച് അങ്ങോട്ട് വിളിക്കും. അപ്പൊ പറയാം അവരങ്ങനെ ഉഴപ്പും, അവര് വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇരുന്നോളൂ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങി. എനിക്ക് പ്ലാൻ പറയാൻ അറിയില്ല. ബുക്ക് നോക്കിയിട്ട് മാത്രം എല്ലാ BOPകളും ഡിജിറ്റൽ BOPകളും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് BOP അപ്പൊ വന്നിട്ടില്ല. ഞാൻ ഡിജിറ്റലി ആ BOPകളൊക്കെ നന്നായി കേൾക്കും. അത് എങ്ങനെയാ പറയണമെന്ന് ചോദിക്കും. ആ BOP നമ്മുടെ പ്ലാൻ ബുക്ക് വെച്ചിട്ട് എൻ്റെ മക്കളെ കൊണ്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയാ എൻ്റെ മക്കൾ രണ്ടാളും ഇത് ശ്രദ്ധിക്കുക പറയും. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇതെങ്ങനെയാണ്, 6 തരത്തിലുള്ള വരുമാനം എങ്ങനെയാണ്, ഇതിന്റെ പ്ലാൻ എങ്ങനെയാണ്. ഇംഗ്ലീഷിലെ വേർഡ്സ് ഒന്നും എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ മലയാളത്തിൽ എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയും മക്കളെ എങ്ങനെയാണ്ടാ ഇതെന്ന് പറയും. വരുമ്പോ അമ്മ കുറച്ചുകൂടെ ഇങ്ങനെ പറയും. ഇപ്പൊ അനിരുദ്ധ് അപ്പൊ അവൻ പറയും അമ്മ കുറച്ചുകൂടെ ഇങ്ങനെ പറയണം കേട്ടമ്മ, അമ്മ ഇത്ര സ്പീഡിൽ പറയണ്ടെന്ന് ചെക്കൻ പറയും. അതായത് പെണ്ണിന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് അമ്മന്റെ ഇത് കേൾക്കുമ്പോ കുറച്ചുകൂടെ നേരെ പറമാ എന്ന് എൻ്റെ മകള് പറയും. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പ്ലാന് പറഞ്ഞ് അപ്പോഴൊക്കെ അവര് കണ്ണാടി നോക്കി പറയുന്നത്. അപ്പൊ എൻ്റെ മക്കളെ കൊണ്ട് പ്ലാന് പറഞ്ഞ് ഓക്കെ പഠിച്ചു. അങ്ങനെ ഒരു ലെവലേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലീഡർ വരാൻ പറഞ്ഞു എൻ്റെ കൂടെ. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് സക്സസ് ആയില്ല. ഇനി ഒരു ലീഡർ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. പിന്നെ അതിനെയും കൂട്ടി ഞാൻ പോയി. പോകുമ്പോ അവര് പറഞ്ഞു രാധാ മേഡം പറഞ്ഞോളൂ, രാധാ മേഡം നന്നായി സംസാരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് മനസ്സിലായി. പക്ഷെ പൈസ ഇല്ല, ഇപ്പൊ വേണ്ട പറഞ്ഞു. അങ്ങനെ അത് മിസ്സായി. അത് കഴിഞ്ഞു. ഞാൻ അങ്ങനെ എക്സിക്യൂട്ടീവ് ഒക്കെ ആയി. അത് കഴിഞ്ഞു എക്സിക്യൂട്ടീവ് വരെ നല്ല ലെവലിൽ ഒരു തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് നല്ല ലെവലിൽ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോയി. ആരും ഞാൻ മുന്നും നോക്കാറില്ല. അപ്പോഴൊക്കെ ഞാൻ സത്യസന്ധമായി വിചാരിച്ചു ജസീറ മാമിനെ എൻ്റെ കൈ കിട്ടണം, ജസീറ മാം ഞാനും കൂടി പോകണം, യാത്ര ചെയ്യണം, ജസീറ മാമിന്റെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജസീറ മാമിന്റെ കൈ കിട്ടിയില്ല. കാരണം ജസീറ മാമിന്റെ കുറെ SM അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നല്ല ബിസിയുള്ള സമയമായിരുന്നു അത്. അത് കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞു. ലീഡേഴ്സൊക്കെ ഒരു ലെവലെത്തി. എനിക്ക് ഒറ്റയ്ക്ക് പോകണം. അങ്ങനെ ഒന്ന് ആലോചിച്ച് അവിടെ നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മുടെ ജസീറ മാം വിളിക്കുന്നത്. രാധാ മാഡം നിങ്ങൾക്ക് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആവണ്ടേ, നിങ്ങൾ എന്താ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടേ? ഉറപ്പായിട്ട് വേണം. ലീഡർ പോയി, ഇപ്പൊ അവര് വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ മുന്നോട്ട് ചെറുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീഡർ ഉണ്ടാകുമ്പോഴും എൻ്റെ കൂടെ വന്നിട്ടൊന്നുമില്ല. ഞാൻ പക്ഷെ ലീഡറിനെ നോക്കി നിന്നിട്ടുമില്ല. ലീഡർക്ക് പൈസ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പൈസ വേണം, എനിക്ക് ഉണ്ടാക്കണം. അതെന്ത് ചെയ്യണം ചോദിച്ചപ്പോ നിങ്ങൾ ഫിസിക്കലി അറേഞ്ച് ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ ജസീറ മാമിനോട് ആദ്യം ഞാൻ ഫിസിക്കലി പോയി. പക്ഷെ ഞാൻ അതുവരെയും കുറെ ആൾക്കാർ 1-2 ആൾക്ക് നമ്മൾ 1-to-1 മാത്രമേ പ്രസന്റേഷൻ കൊടുത്തിട്ടുള്ളൂ. അന്ന് ഒരു 5-6 ആളുണ്ടായിരുന്നു. അപ്പോൾ ജസീറ മാമിൻ്റെ അടുത്ത് പറഞ്ഞു പ്ലാന് പറയൂ പറഞ്ഞു. അപ്പൊ മാഡം എനിക്ക് മാഡത്തിനെ കണ്ടത് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. ആളെ കൊണ്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതി അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ശരി പറഞ്ഞു. ഞാൻ പ്രസന്റേഷൻ ചെയ്തു. ആള് പറഞ്ഞു നല്ല രീതി പറയുന്നുണ്ട്, നല്ല പവറാണ്, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ പറഞ്ഞു. ആളങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് എനിക്ക് 2 എൻട്രി വന്നു. കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി. പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ പിന്നെ ജയശ്രീറാമൻ വരുന്ന സമയങ്ങളിൽ ജയശ്രീറാമൻ വരും, ജയശ്രീറാമൻ വരാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകും. പിന്നെ എൻ്റെ പാർട്ട്നേഴ്സിനെ വിളിച്ച് പോകും. അങ്ങനെ വന്ന് എൻട്രികളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവായി. അപ്പൊ വളരെ അതിൻ്റെ അടിയിലാണ് നമ്മുടെ ബിന്ദു മാം ജോയിൻ ചെയ്ത്. ബിന്ദു മാം നല്ലൊരു സപ്പോർട്ടീവായിരുന്നു. ആളുടെ കൂടെ നിന്ന് ബിന്ദു മാം ഞാനും ഒപ്പം നിന്ന് പോകാൻ തുടങ്ങി. ബിന്ദു മാമിന്റെ അടുത്ത വീണ്ടും പ്രിയ മാഡം അവരും എൻ്റെ കൂടെ വരാൻ തുടങ്ങി. ഞാനും അവരും കൂടി പോകാൻ തുടങ്ങി. പിന്നെ എൻ്റെ വേറെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരൊക്കെ വന്ന് എനിക്ക് ക്യാഷ് വീണ്ടും കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ 2 പാർട്ട്നേഴ്സും എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെയും ഇങ്ങനെ പോകും. പിന്നെ ഞാൻ ബിസിയായി. കാരണം എൻ്റെ പാർട്ട്നേഴ്സൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ജസീറ മാം വരുന്നുണ്ട്, ജസീറ മാമിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെയായി ആ ലെവലിൽ നല്ല ലെവലിൽ മൂവിങ് ആയി. അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ജോലിയാണ്, ലീവില്ല, അങ്ങനെയുള്ള ലെവല്. പക്ഷെ ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മകനെയും ജോയിൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ മകനെയും ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നെയും ഒരു നല്ല ഇതിൽ ഘട്ടത്തിലേക്ക് വരിക. പക്ഷെ എല്ലാത്തിലും ഉപരി ഈ നെഗറ്റീവ് തോട്ടുകൾ എന്നുള്ളൊരു പോയിന്റ് എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. എൻ്റെ പിന്നാതെ വരുന്ന ഒരു സംഭവമായിരുന്നു നെഗറ്റീവ് തോട്ടുകൾ. എന്നും കമ്പനിയിൽ പോയി വെച്ച രാവും പകലും നെഗറ്റീവ് തോട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ വലിയ ലീഡറാണ്, നിങ്ങൾ ബോച്ചേന്റെ ആണ്, ഇവിടെ എന്തിനു ജോലിക്ക് വരുന്നത്, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ബോച്ചേന്റെ ആളല്ലേ,
ഒരു ചായ കൊണ്ട് കൊടുത്താൽ പോലും ഓ നിങ്ങളുടെ ബോച്ചേന്റെ പാനീയം കുടിച്ചിട്ടായിരിക്കും, അങ്ങനെ എന്നെ കളിയാക്കാൻ മാത്രം എപ്പോഴും കളിവാക്കുകൾ കുത്തുവാക്കുകൾ മാത്രമായിരുന്നു എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയത്. വീട്ടിൽ വന്നാലും ഇപ്പൊ ഏട്ടൻ കുറേയൊക്കെ ആ കുഴപ്പമില്ല പറയും, കുറപ്പ് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് ഓ പുള്ളി ഒരു മീറ്റിംഗ് പറയും, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ മോന് പൈസ കിട്ടിയപ്പോ തന്നെ അവന്റെ കമ്പനിയിലെ ആൾക്കാർ ചോദിച്ചു. ഇപ്പൊ എനിക്ക് വളരെയധികം കോൺഫിഡന്റ് ആണ്, കാരണം എന്റെ മോനും ഞാനും കൂടി പോകാം അല്ലെ. ഹസ്ബൻഡ് അടുത്ത് ഏട്ടാ ഞാൻ ആദ്യം പോട്ടേ ചോദിക്കും, ഇപ്പൊ ഞാൻ പോവുകയാണ് പറയും. അപ്പൊ ഓക്കെ പറയും, കാരണം എന്റെ മകന്റെ മുന്നിൽ പോണ് കാര്യങ്ങൾ നല്ല ലെവലിൽ നടക്കുന്നുണ്ട്. ഹരിത മാമിന്റെ മൈക്ക് ഓൺ ആണ്, സുചിത്ര സഞ്ജു മൈക്ക് ഓൺ ആണ്. അപ്പൊ ഞാനും എന്റെ മോനും കൂടിയേ പോണു. അപ്പൊ അവന് വന്ന എൻട്രീസ്, അവന് വന്ന കാര്യങ്ങൾ, അപ്പൊ അവന് വരുന്ന എന്താ ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഇന്നത് പറയണം ഇന്നത് ചെയ്യണം എന്ന് പറയാ. പിന്നെ BOPക്ക് കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു പവർ, അത് മനസ്സിൽ വരുന്നത്. ഇപ്പോ ഒരു 2 ആഴ്ചയായി ഞാൻ ബെൽറ്റ് ഇട്ടിരിക്കുക. ഞാൻ കമ്പനി പറഞ്ഞത് സിക്ക് ലീവ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്ത് വാങ്ങി സിക്ക് ലീവ് വാങ്ങി ഇടുപ്പിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ 1-2 ഫിസിക്കലി പോകും, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കിടന്നിട്ട്, അതായത് എന്റെ സിറ്റ് ഔട്ടിൽ കിടന്നിട്ട് ഇട്ടിട്ട് കറക്റ്റ് ഫോളോ അപ്പ്. ഓരോരാളിനെ വിളിക്കുന്നുണ്ട്, ഇൻവിറ്റേഷൻ കൊടുക്കുന്നവന്റെ ഇൻവിറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. BOP കാണാൻ പറയുന്നുണ്ട്. അവർ ജോയിനിങ് ഇതാണെങ്കിൽ ഞാനും അവരും കൂടി ഡേറ്റ് എന്താണ് ലിസ്റ്റ് ഇടുന്നുണ്ട്. ലിസ്റ്റ് ഇടാൻ നല്ല ലെവലിൽ പഠിച്ചു. അത് ലിസ്റ്റ് ഇടാനും ജസീറ മാമ പറഞ്ഞു. ഇടാനും അവരെ എനിക്ക് പറഞ്ഞു, ജസീറ മാം പറഞ്ഞു. അപ്പൊ ഞാനപ്പോ പൈസയെ പറയുള്ളൂ, സാധനത്തിന്റെ പേര് അറിയില്ല. പൈസ പറയും, മാഡം ഇത്ര രൂപന്റെ ഈ സാധനം ഇല്ല. അപ്പൊ പറയും പേര് പറയൂ, എത്ര SV പറയൂ, ആ പൈസ എത്രയാന്ന് പറയും, അന്ന് എത്ര SV പറയൂ, അല്ലാതെ ഒരിക്കലും പൈസന്റെ കാര്യമോ സാധനത്തിന്റെ കാര്യമോ പറയണ്ട പറയും. അപ്പൊ ഞാൻ ഇപ്പോ കുക്കിംഗ് വിന്ന് 2716 10 SV. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരാളോട് പ്രസന്റേഷൻ കൊടുക്കുമ്പോഴും ഇങ്ങനെ പറയാം. കാരണം എന്ത് പറയുമോ, നിങ്ങള് ഒരു ഒരു പാത്രത്തിന് സെറ്റ്, കുക്കിംഗ് മിനിമം ഒരു പാത്ര സെറ്റ് എടുത്തോളൂ, 10 SV ആണ് കിട്ടുന്നത്. ആ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ ചുറ്റുഭാഗം ഉള്ളത് ഈ 6 മാസം 1 വർഷത്തിനുള്ളിൽ വീടിന്റെ ചുറ്റുഭാഗമുള്ള ഏതെങ്കിലും ഒരു വീട് ഓപ്പണിങ്ങിന് കൊടുത്തോളൂ, പൊട്ടിക്കാണ്ട് വെക്കി. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ചെലവാകണ്ടല്ലോ, ആ സാധനം എടുത്തോളൂ പറയും. പേസ്റ്റ് എടുക്കരുത്, ഒന്നും കേടുവരാത്തൊരു സാധനമാണ് പേസ്റ്റ്. 2 വർഷത്തെ എക്സ്പയർഡ് ഡേറ്റ് ഉണ്ട്. അതിന്റെ ഗുണങ്ങൾ പല്ലിലെ കറവും കേടുണ്ടെങ്കിൽ വ്യാപിക്കില്ല, മോണയിൽ കൂടെ ബ്ലഡ് വരില്ല, നമ്മൾക്ക് എന്താണോ പല്ല് പുളിപ്പുണ്ടെങ്കിൽ മാറും. റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ലുകൾ പോലും ഇത് തേച്ചപ്പോൾ റൂട്ട് കനാൽ ചെയ്യാതിരിക്കുക. അത് ഉപയോഗിച്ചോളൂ. സോപ്പ് ആഴ്ചക്ക് ഒരിക്കൽ നമ്മൾ സോപ്പ് വാങ്ങും, അത് എന്തിന്ന് എടുത്തോളൂ, നിങ്ങൾക്ക് അത്രയും ഗുണമുണ്ട്. ഇങ്ങനെ പിന്നെ ഇപ്പൊ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കാം. അപ്പൊ കുറെ പേരെടുത്ത് ബെഡ്ഷീറ്റ്, കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ വെച്ചിരിക്കുന്നവര്, അവർ വെക്കാൻ പോകാൻ പറ്റാത്തവര്, ഈ കൺസെപ്റ്റ് വേണം എന്നുള്ളവര്, അങ്ങനെയുള്ള കുറെ പേരിന്റെ അടുത്ത് ബെഡ്ഷീറ്റ് എടുത്തോളൂ, നമുക്ക് 5-6 വർഷം സൂപ്പറായിട്ട് ഉപയോഗിക്കാലോ, നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലാലോ, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഇപ്പോ ഇന്നലെ തന്നെ ഒരാള് കുറെ ആയി ഞാൻ ഫോളോ അപ്പിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്നലെ രാവിലെ വിളിച്ചിട്ട് എന്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, ഞാൻ ഗുഡ് മോർണിംഗ് അവർക്ക് അയക്കും, അവരെനിക്ക് ഗുഡ് മോർണിംഗ് അയക്കും, എന്റെ പിറന്നാളിനൊക്കെ വിശ്വസ് പറയും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ബന്ധം പുതുക്കി നിർത്തിയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോ എന്റെ സ്റ്റാറ്റസ് കണ്ടിന്യൂസ് ആയി കാണുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടല്ലേ രാധ, അങ്ങനെ ചോദിക്കേണ്ട ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. കുറെ പേരിനെ ഫോളോ അപ്പ് നിർത്തി എന്ന് വേണം പറയും. ആ ഫോളോ അപ്പ് നിർത്തിയ ഓരോ വ്യക്തികളും ഇപ്പൊ ചോദിച്ചു. ഇപ്പൊ അവര് എന്റെ നേരിട്ടുള്ളതല്ല, എന്റെ പാർട്ട്നേഴ്സ് കേസ്. അപ്പൊ പാർട്ട്ണർ ഫോൺ എടുത്തില്ല, എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ സാധനങ്ങൾ എടുത്തോളൂ പറഞ്ഞു. അപ്പൊ പാർട്ട്ണറോട് അവർ പറഞ്ഞിരിക്കുന്നത് വെൽനെസ് പ്രൊഡക്റ്റ് എടുക്കാം. ഞാൻ പറഞ്ഞു വെൽനെസ് പ്രൊഡക്റ്റ് എടുക്കാം, 5000 സംതിന്റെ ഒരു പാക്കേജ് ഉണ്ട്, വെറും 5000 സംതിങ്ങേ ഉള്ളൂ, ഞാൻ അത് എടുക്കാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങൾ വെൽനെസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ നന്നായി ഉപയോഗിക്കുക, അത് അറിവുള്ളവർ വാങ്ങി നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കാണ്ട് വാങ്ങി വീട്ടിനുള്ളിൽ വെച്ചിട്ട് അത് ഞാൻ വിറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചില്ല, എന്റെ പൈസ പോയി എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നാളെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ സോപ്പ് എന്തായാലും തേച്ച് കുളിക്കും, സോപ്പ് എടുത്തോളൂ. പേസ്റ്റ് എന്തായാലും പല്ല് തേക്കാൻ വേണം, പേസ്റ്റ് എടുത്തോളൂ. ഇല്ല കുക്കിംഗ് മീൻ നമ്മുടെ പാത്രം സെറ്റ് എടുത്തോളൂ, ഇതെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കൂ. അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല തോന്നും. സാധനം നിങ്ങൾ വാങ്ങി എന്തെങ്കിലും ഒരു പേടി കാരണം കുടിച്ചില്ല, ഇല്ലെങ്കിൽ അത് കുടിച്ചു ഇന്നത് എനിക്കത് വേറെ അസുഖം ഉണ്ടായി, ഇല്ലെങ്കിൽ എനിക്ക് ഇതെടുത്തു എന്ന് പറഞ്ഞുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇതൊന്നും വരില്ല, സൂപ്പറായിട്ട് ഉപയോഗിക്കാം, നല്ല കോൺഫിഡൻ്റ് ഉള്ള സാധനങ്ങളാണ്, നല്ല ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്.
പക്ഷെ അവരൊരു 55-60 വയസ്സായി, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്, അല്ല അസുഖങ്ങളുള്ള ആൾ കുടിച്ചു, എന്നിട്ട് ഇങ്ങനെ നമ്മൾ പറയണത് ഇതൊരു മരുന്നല്ല, പക്ഷെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു അസുഖവും നമുക്ക് വരാതിരിക്കും. പല അസുഖങ്ങളുള്ളത് പല ഗുളികകൾ പല മെഡിസിൻ കഴിക്കുന്നവർ കഴിച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞതായിട്ട് ഒരു ദിവസം ഒരു ചെറിയ കയ്യിൽ ചൊറിച്ചിൽ വന്നാൽ പോലും നിങ്ങളുടെ മരുന്ന് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞ കുറ്റപ്പേര് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അത് മനസ്സിലാക്കി പറഞ്ഞപ്പോൾ ആൾ ശരി, അപ്പൊ ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ എടുക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് അവർ എന്തെടുത്താലാണ് അവർക്ക് ഗുണം അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അതിനെ കൊണ്ട് അത് എടുപ്പിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു തോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഒന്ന് വിചാരിക്കുക, ഫസ്റ്റ് വന്നതും ആരും ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോളോ അപ്പിലൂടെ, കണ്ടിന്യൂസ് ആയ ഫോളോ അപ്പിലൂടെയാണ് വന്നത്. എനിക്ക് വന്ന മാറ്റം, എനിക്ക് വീട്ടിലേക്ക് വന്ന എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സൂര്യാതെ കിടന്നപ്പോൾ ഈ 6 ദിവസം, അതായത് ഇപ്പം ഞാനൊരു 10-12 ദിവസത്തിനുള്ളിലും, അതായത് ജൂൺ 25 തൊട്ട് മെയ് 1-ാം തീയതി വരെ ഉള്ളതും ഇപ്പൊ ഒരു 10-17,000 രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം. ഈ 10-15 ദിവസം എന്ന് പറയുന്നത് 15 ദിവസം ഞാൻ ഫീൽഡിൽ പോയിട്ടില്ല. ആകെ പോയത് 3 ദിവസം. ബാക്കിയുള്ള ദിവസം ഇടുപ്പിൽ ബെൽറ്റ് ഇട്ട് ഇതിവിടെ കിടക്കിൽ കിടന്നുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നു കൊണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി, അമ്മനെ രാവും പകലും ഇവിടെ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത് ഒരു 10-17,000 രൂപ ഇപ്പൊ കിട്ടി. ഇതെനിക്കൊരു സ്വർഗം കിട്ടിയ ഒരു സന്തോഷമാണ്. കാരണം ഒരു 12,000 രൂപ കിട്ടാൻ വേണ്ടി ഡെയിലി 8:30 8 മണിക്ക് കമ്പനി, ഞാൻ ഇവിടെ 7 ഫീഡ്ബാക്ക് പറയാൻ എനിക്ക് ഓരോ ആൾക്കാരും പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അയ്യോ എനിക്ക് അവൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണം, പക്ഷെ പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകണം, പഞ്ചിങ് അവിടെ കറക്റ്റ് 8:30-ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടി പോകും, ഞാൻ ഫീഡ്ബാക്ക് പറയാം, എനിക്ക് മനസ്സിലുണ്ടാവും അയ്യോ എനിക്ക് അവൻ്റെ അടുത്ത് പറയണം, എന്നിട്ട് കമ്പനിയിൽ പോയിട്ട് വോയിസ് ഇടാൻ വിചാരിക്കും, അപ്പൊ അവിടുത്തെ ജോലി കാരണം പറ്റില്ല. അങ്ങനെ എൻ്റെ കുറെ കാര്യങ്ങൾ മുടങ്ങി, എനിക്ക് ഓരോരോ ആൾക്കാരെ പറയാൻ പറ്റാണ്ടായി, ഭയങ്കര സങ്കടവും അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ 15 ദിവസം ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈമിങ്ങും ടൈം സെറ്റ് ചെയ്ത് അന്ന് എൻജോയ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ജസീറ മാനു വിളിക്കുമ്പോൾ ഇത് കിടക്കിൽ ഇങ്ങനെ മലന്ന് കിടന്നിട്ടാണ് ഹലോ ജസീറ മാഡം അങ്ങനെ പറയുന്നത്. കാരണം എന്താ അത്രയും സുഖമുണ്ട്. ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകനും ഞാനും കൂടി പോകുന്നുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു നേരത്തെ ഫുഡ് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല ഡ്രസ്സുകൾ വാങ്ങാൻ തുടങ്ങി. നല്ല ആദ്യമൊക്കെ ഒരു 500 രൂപ താഴെ നോക്കുള്ളൂ. അത് വർഷത്തിൽ എൻ്റെ പിറന്നാളോ വെഡിങ് ഡേ, പിറന്നാളും വെഡിങ് ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങുന്ന, വെഡിങ് ഡേ എപ്പോഴും ആഘോഷിക്കും, പിറന്നാൾ ആഘോഷിക്കില്ല. അതൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് ഫിജി കടി വന്നപ്പോഴാണ്. പൈസയുണ്ട്, ഇതിപ്പോൾ ചുരിദാർ എടുക്കണം, അന്ന് പോയി ഇന്ന് രാവിലെ പോയി എടുക്കാം, നമുക്ക് ഇട്ടിട്ട് ഇന്നത്തെ കാര്യത്തിന് എടുക്കാം, അങ്ങനെയുള്ള ലെവലായി. മക്കളെ കൊണ്ട് നല്ല ഡ്രസ്സ് എടുക്കണം, എൻ്റെ മക്കൾക്ക് എന്താ ഇഷ്ടപ്പെട്ട ആഹാരം പോയി കഴിച്ചോട്ടാ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ അവര് ബിരിയാണി കഴിക്കാൻ പറഞ്ഞാൽ അത് കടയിൽ ബിരിയാണി നല്ലതല്ലടാ വേണ്ട, ഒരു കിലോ ഇറച്ചി എടുത്ത് വീട്ടിൽ ഒന്ന് വെക്കാൻ പറയുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി കഴിച്ചോ, അപ്പൊ അവൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, എൻ്റെ 2 മക്കളും എന്താ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ പോയി കഴിച്ചോ പറഞ്ഞു. എൻ്റെ മകളുടെ പിറന്നാളാണ് ഞായറാഴ്ച, നല്ല ഡ്രസ്സ് എടുക്കുമാനെ, ഞാൻ പൈസ തരാൻ പറഞ്ഞു. അതൊക്കെ നമ്മളൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർ ചെറിയ രീതിയിൽ നിന്നും കുറച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ രാധയ്ക്ക് എന്തൊക്കെയോ ആയിട്ടാ, രാധ എന്തോ സെറ്റ് ആയിട്ടാ, അത് ചുറ്റുഭാഗം നല്ല കണ്ണുകൾ കൊണ്ടും ശത്രുത കണ്ണുകൾ കൊണ്ടും നോക്കാനുള്ള ആൾക്കാർ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. എനിക്ക് കരച്ചിലാ വരുന്നത്, കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്നുള്ളൊരു ഇതല്ല, കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടാണ്. ആരൊക്കെ ലീഡർമാർ പോയാലും ഞാൻ മുന്നോട്ട് വരും എന്നുള്ള ഒരൊറ്റ തൻ്റെയുടെ ഉള്ളത് കൊണ്ടാണ്, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ വ്യഗ്രത കൊണ്ടാണ്, കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് കൊണ്ടാണ്. ആ 1 വർഷം ആയാലും അതിൽ ഞാൻ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് അയക്കുന്നത് കൊണ്ടാണ്, എനിക്ക് വന്ന മാറ്റങ്ങൾ കണ്ടത് കൊണ്ടാണ്. ഇത്ര ആൾക്കാർ എന്നെ കളിയാക്കി, എൻ്റെ കമ്പനിയിലെ പെൺകുട്ടികൾ കളിയാക്കിയവരോട് ഞാൻ ഇപ്പോൾ, അവരൊക്കെ കല്യാണം കഴിഞ്ഞു, അവരോട് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കിക്കോ കുഞ്ഞാ, പക്ഷെ നീ ഇപ്പോൾ ഒരു ഐഡിയ എടുത്ത് വെച്ചോ, നാളെ നീ പ്രസവിച്ച് കിടക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാക്കാനുള്ളത് ഞാനും നീയും കൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഐഡിയ എടുക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോരാളെയും വിളിച്ചും പറഞ്ഞും ചെയ്തും ഇപ്പം ഞാൻ ദിവസം രാത്രി എപ്പോഴാ ഉറങ്ങണമെന്നൊരു പിടുത്തമില്ല, 11-12 മണിയായാലും ഉറങ്ങുന്നുണ്ട്. പക്ഷെ 4 മണിക്ക് എണിച്ച് അടിച്ചു തുടച്ച് തിരിവിക്കുന്ന വ്യക്തി ഇപ്പം ഞാൻ 6:30-ക്ക് എണിക്കുന്നുണ്ട്. അത് എപ്പോൾ ഉറങ്ങണം എപ്പോൾ എണിക്കണം എന്നുള്ളൊരു ഇതില്ലാതെയായി. പക്ഷെ ദിവസവും രാത്രി ഒരു നോട്ട് എടുത്തിട്ട് ഇന്ന് ആര്യനെയൊക്കെ വിളിച്ച്, ആര്യനെയൊക്കെ ഏതൊക്കെ പാർട്ട്ണർ ഗസ്റ്റുകളിൽ ഞാൻ വിളിച്ച് അവർ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത്, അല്ല അവർ തിരിച്ച് റിട്ടേൺ എന്തൊക്കെ മലയാളത്തിൽ തന്നെയാണ് കേട്ടോ ഇതിനെ, അവരെന്തൊക്കെ റിട്ടേൺ പറഞ്ഞു തന്ന് എന്നുള്ള കാര്യമൊക്കെ എഴുതി വെച്ച്, അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ പിന്നെ വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത് ഇന്നത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്നയാളെ കൊണ്ട് ഇന്ന ലിസ്റ്റ് ഇടാൻ പറയണം, ഇവർക്ക് ഇന്ന ലിസ്റ്റ് ഇടുമ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടത് എന്നുള്ള ഘട്ടത്തിൽ മലയാളത്തിൽ കറക്റ്റ് വ്യക്തതയുടെ ഡേറ്റ് സഹിതം നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് ഞാൻ അതെടുത്തിട്ട് ഇന്നലെ ഞാൻ പിന്നെ വിളിച്ചു, അപ്പൊ ഇന്ന് ഞാൻ വേറെ പിന്നെ വിളിക്കാം, ഇന്ന ലീഡറിന്റെ
എക്സാമ്പിൾ പറയുന്ന ദീപ മാഡത്തിന്റെ ഗസ്റ്റിനെ രണ്ടാളെ വിളിച്ചത്, നാളെ ഞാൻ ബിന്ദു മാഡത്തിന്റെ ഒരാളെ വിളിക്കാം, പിന്നെ നമുക്ക് ആശാ മാഡത്തിന്റെ വിളിക്കാം, അങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് പോയി തുടങ്ങി. അപ്പൊ എല്ലാം എന്താണ്, കൺസിസ്റ്റന്റ് വർക്കും നമ്മൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ഫ്രീഡവും, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം വന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എൻജോയ്മെന്റും, ഞാൻ വിചാരിച്ച കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും എല്ലാം കൂടി കൈകൂടി വന്നപ്പോൾ എന്തായി, ഞാനൊരു ഫുള്ളായിട്ടല്ല എന്നാലും മനസ്സുകൊണ്ട് ഞാൻ വലിയൊരു സക്സസ്ഫുള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു സന്തോഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ബോച്ചയ്ക്കും എൻ്റെ കൂടെ സപ്പോർട്ട് നിന്ന എൻ്റെ ജയസീറ മാമിനും, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ബിന്ദു മാം, എൻ്റെ പാർട്ട്നേഴ്സ് മൊത്തം, എനിക്ക് ഇപ്പം വന്ന എല്ലാ പുതിയ പാർട്ട്നേഴ്സ്, എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ മാഡം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് പറയുന്ന എൻ്റെ എല്ലാ പാർട്ട്നേഴ്സിനും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി ഒരാൾക്ക് പോലും എന്തെങ്കിലും ഒന്ന് വന്നു, ഞാൻ ഇപ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിചാരിക്കും, എൻ്റെ മക്കൾക്ക് എൻ്റെ ആയിട്ട് നല്ലത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, എൻ്റെ പാർട്ട്നേഴ്സ് എന്നെക്കാളും മേലെ വരുന്ന, എന്നെക്കാളും കഴിവുള്ള എൻ്റെ പാർട്ട്നേഴ്സാണ്. വിദ്യാഭ്യാസം കൊണ്ടും അവർക്ക് അവൻ്റെ കഴിവ് എന്താണെന്ന് അറിയാതെ കുറച്ചിരിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ല കഴിവുകൾ നല്ല ലെവലുള്ള എൻ്റെ പാർട്ട്നേഴ്സിന് എല്ലാവരും, ഞാനിപ്പോൾ SM ആകുകയാണെങ്കിൽ എൻ്റെ എല്ലാ പാർട്ട്നേഴ്സും SM-നേക്കാൾ മേലെ ഒരു സ്റ്റേജിലെത്തണം എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അത്ര, എനിക്ക് സപ്പോർട്ട് തരാത്ത എൻ്റെ ലീഡറിനെ പോലെയല്ല ഞാൻ, ഏത് വിധത്തിൽ പിന്നെ സപ്പോർട്ട് നിൽക്കണം, ഏത് ലെവലിൽ ഞാൻ പിന്നെ നിൽക്കണം എന്ന് ഞാൻ മൈൻഡ് സെറ്റ്. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കയറുന്നല്ല, ഇപ്പൊ എനിക്കിപ്പോ ബോച്ചേൻ്റെ അടുത്ത് ഇത് വാങ്ങണത് എൻ്റെ ടീമിൽ എത്ര ആൾ ആയിരിക്കണം, എൻ്റെ കൂടെ നിൽക്കുന്ന, ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞ് വരുന്ന എല്ലാ പാർട്ട്നേഴ്സും ഞാൻ ബോച്ചേൻ്റെ കൂടെ നിർത്തിയിരിക്കും. ഞാനും എൻ്റെ ഫാമിലി നിൽക്കുന്നതിനേക്കാൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ മാഡം നമുക്ക് പോകാം, ഇല്ല ഞങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾ ചെയ്തോളൂ ഞാനുണ്ട് എന്ന് പറയുന്ന എൻ്റെ എല്ലാ പാർട്ട്നേഴ്സും എല്ലാവരും കൂടി, ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റായിട്ട് അവിടെ നിൽക്കണം. അതിപ്പോ മക്കളുടെ വിധവായാലും ശരി, അമ്മമാരുടെ വിധവായാലും ശരി, അമ്മമാരും മക്കളും കൂടി ചേർന്ന് ഒരു ടീമായിട്ട് ബോച്ചേൻ്റെ കൂടെ നിന്ന് ഫോട്ടോ കൊടുക്കണം. അതാണ് എൻ്റെ വലിയൊരു ഡ്രീം. ഓരോ ദിവസം കിടക്കുമ്പോഴും ഞാൻ ദൈവത്തിനോടും പ്രാർത്ഥിക്കും, ഞാൻ ചെയ്യുന്നുണ്ട് ദൈവമേ, നീ എൻ്റെ കൂടെ നിൽക്കണം, കഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ നിങ്ങൾ എനിക്ക് തരണം, എൻ്റെ സപ്പോർട്ടാണ്, എൻ്റെ എല്ലാ പാർട്ട്നേഴ്സും നല്ല ലെവലിൽ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ എൻ്റെ പാർട്ട്നേഴ്സ്, എൻ്റെ ചങ്കുകൾ എൻ്റെ കൂടെ നിൽക്കുന്നത്, ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയുന്നു, എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ പാർട്ട്നേഴ്സും ഞാൻ അവൻ്റെ കൂടെ നിൽക്കും, അവർ കട്ടയ്ക്ക് മേലെ വരും. അവര് വാങ്ങുന്ന ഓരോ മൂവ്മെന്റിനും എൻ്റെ മനസ്സ് നിറഞ്ഞൊരു അഭിനന്ദനങ്ങൾ. ഇത്ര മാത്രം പറയാനുള്ളത്. ഇനി കുറേ പറയാനുണ്ട്, പക്ഷെ ഇനി സമയമില്ല, നമുക്ക് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മായ മാമിന് വലിയൊരു കൺഗ്രാറ്റ്സ്. അതായത് ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പടി, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് 18ാം പടി കയറുന്ന അയ്യപ്പൻ്റെ സ്റ്റെപ്പിനേക്കാളും തരവാൻ നമ്മുടെ ഒരു സ്റ്റെപ്പ് എത്തുന്നത്, അത് 13ാമത്തെ റാങ്കിൽ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്തിട്ട് നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ മായ മാമിനും ബോച്ചൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ എൻ്റെ